നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രത്യേക കാര്യം നമ്മളുടെ ശ്രോതാക്കളെ അറിയിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മളുടെ പൂജയിൽ ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, വർഷം എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2025 ജനുവരി മാസം 24 തീയതി 2 യോഗങ്ങൾ ഒന്നിച്ചു വന്നു ചേരുകയാണ്. ബുധാദിത്യ യോഗവും വൃദ്ധിയോഗവുമാണ് ഒന്നിച്ച് വന്നിരിക്കുന്നത്. ബുധൻ മകരത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ടും ചന്ദ്രൻ അനിഴം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനാലുമാണ് ഈ യോഗങ്ങൾ വന്നു ഭവിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും ദാമ്പത്യ സുഖവും ഒക്കെയാണ് ലഭിക്കുന്നത്. ഈ അമൂല്യമായിട്ടുള്ള യോഗങ്ങൾ നിമിത്തം 5 രാശിക്കാർ, അതായത് 15 നക്ഷത്രക്കാർക്ക് നിരവധി നേട്ടങ്ങളാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ഇവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ടുള്ള കാര്യം. കൂടാതെ ഈ 15 നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഇനി ഉണ്ടാവുന്ന. ഭാഗ്യ അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ 15 നക്ഷത്രക്കാര് ആരൊക്കെയാണെന്നും ഇവർക്കുണ്ടാകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് മകരം അവസാന അരഭാഗവും തിരുവാതിരയും പുണർദം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്കാണ്. ഇവർക്ക് ജോലി, ബിസിനസ് തുടങ്ങിയവയിലെ വൻ നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പല കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടെ ഒരു പിശകും സംഭവിക്കില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുമ്പോൾ യാതൊരു പിശകും ഇനിയും സംഭവിക്കില്ല എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുടെ സ്നേഹ വാക്കുകൾക്ക് നിങ്ങൾ പാത്രമാകുന്നതാണ്. ജോലി സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ ബിസിനസ് രംഗങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പേരും പ്രശസ്തിയും വന്നു ചേരുന്നതാണ്. ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. ഈ യാത്രകളെല്ലാം ഗുണകരമായിട്ടാണ് ഭവിക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ്. വിവാഹം ആകാത്ത ആളുകൾക്കൊക്കെ വിവാഹ സമയമാണ്. നിങ്ങൾക്ക് ദാമ്പത്തിക സൗഖ്യമാണ് ഇനിയും വരാൻ പോകുന്നത്. ഇതൊക്കെ വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്തരം അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ അരഭാഗവും അടങ്ങുന്ന കന്നിരാശിക്കാർക്കാണ്. കന്നിരാശിക്കാരില് ഇത് വളരെയധികം നേട്ടങ്ങളാണ് കൊണ്ടുവന്ന് തരുന്നത്. ഇനിയും വരുന്ന ദിവസങ്ങളെല്ലാം സന്തോഷം നൽകുന്ന ദിവസങ്ങളായിരിക്കും. ഒരുപാട് കാലമായിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഇതുവരെയൊക്കെ കടം വാങ്ങിയൊക്കെ ആയിരുന്നു നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഇനിയും അങ്ങോട്ട് കടം വാങ്ങാതെ ജീവിക്കാൻ സാധിക്കുന്ന ദിവസങ്ങളായിരിക്കും. ദാമ്പത്യത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ദാമ്പത്യ സുഖം ഉണ്ടാവുന്നതാണ്. നിറഞ്ഞ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്നതാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. ഇതുവരെ ജോലി ലഭിക്കാത്തവർക്കൊക്കെ ഇന്റർവ്യൂകൾ പാസ്സാകുന്നതും സർക്കാർ ജോലിയൊക്കെ ലഭിക്കുന്നതും ഒക്കെ ആയിരിക്കും. ഇനിയും നിങ്ങൾ എന്ത് ചെയ്താലും അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ചിത്തിര അവസാന അരഭാഗവും ചോതിയും വിശാഖം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്കാണ്. തുലാം രാശിക്കാരുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറ്റി കുടുംബ ബന്ധങ്ങളെ എല്ലാം ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ബന്ധുക്കളിൽ നിന്നെല്ലാം സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഒരു നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം. ഈ സമയം അത് വളരെ കൂടുതലായിരിക്കും. ബിസിനസ്സിൽ നിന്നൊക്കെ വൻ ലാഭം പ്രതീക്ഷിക്കാം. ജോലിയിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. പങ്കാളിയുമായിട്ടൊരു ദീർഘയാത്ര പുറപ്പെടാൻ പദ്ധതി ഇടുന്നതാണ്. പങ്കാളിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങി നൽകാനും ഒക്കെ നിങ്ങൾ ഈ സമയത്ത് ശ്രമിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതം കൂടുതൽ സുഖകരമായിട്ട് മുന്നോട്ട് പോകും. ഈ യോഗം മൂലം സാമ്പത്തിക കാര്യങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും വളരെയേറെ മേന്മയാണ് തുലാം രാശിക്കാർക്കും ഉണ്ടാവുന്നത്. കൂടാതെ ലോട്ടറി ഭാഗ്യവും നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഈ സമയം ഇതെല്ലാം വന്ന് ഭവിക്കുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മൂലം,
പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ധനുരാശിക്കാർക്കാണ്. ധനുരാശിക്കാരില് ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. വിദ്യയിൽ നിങ്ങൾ വളരെയധികം ശോഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. സന്തോഷമൊക്കെ വർദ്ധിക്കുന്നതായിരിക്കും. മക്കളിൽ നിന്നൊക്കെ സന്തോഷ വാർത്ത നിങ്ങൾ കേൾക്കും. മാതാപിതാക്കൾക്കായിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതാണ്. പേരും പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്ക് ഉയരുന്നതാണ്. പൊതുരംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നല്ലൊരു സമയമാണ്. ബിസിനസ് ഒക്കെ വളരെയധികം നന്നായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങൾ ഇനിയും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വിജയം സംഭവിക്കും എന്നുള്ളതാണ് ഈ യോഗം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഗ്രഹം. ഇതെല്ലാം വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മീനം രാശിക്കാർക്കാണ്. മീനം രാശിയിലടങ്ങുന്ന പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയുമാണ് നക്ഷത്രങ്ങള്. മീനം രാശിക്കാർക്ക് മേൽപ്പറഞ്ഞ പോലെ സാമ്പത്തിക പുരോഗതിയും ദാമ്പത്തിക സൗഖ്യവും ജോലിയിൽ മേന്മയും എല്ലാം ഉണ്ടാവുന്നതാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം വർദ്ധിക്കുന്നതാണ്. ഇനി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ഇനിയും നടക്കുന്നതാണ്. തടസ്സങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം മാറി കിട്ടുന്നതാണ്. ഈ തടസ്സങ്ങളെല്ലാം മാറിയത് കൊണ്ട് ലക്ഷ്മി പ്രീതി നടത്തേണ്ടതാണ്. ലക്ഷ്മി ദേവിയെ ഭജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. മേൽപ്പറഞ്ഞ 15 നക്ഷത്രക്കാരും ലക്ഷ്മി ദേവിയെ ഭജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും. ചുവന്ന വസ്ത്രം ധരിക്കുകയോ കയ്യിൽ കൊണ്ട് നടക്കുന്നതോ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.